ഹലോ, അസ്സലാമു അലൈക്കും. അപ്പം ഇന്ന് നമ്മൾ സ്കൂളിലേക്കാണ് പോകുന്നത്. സ്കൂളിലെ ഇന്ന് പരിപാടിയാണ്, വേറെ ഒന്നുമല്ല, കോൺവെക്കേഷൻ സെറമണി ഉണ്ട്. അപ്പോൾ ജസുവിൻ്റെതാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിപ്പോൾ സ്കൂളിലേക്ക് പോകുന്നത്. അതിന് മുമ്പ് തന്നെ പള്ളിക്കലിലേക്കാണ് നമ്മൾ ഫസ്റ്റ് പോകുന്നത്. അവിടെ നിന്ന് ഒരാളെ പിക്ക് ചെയ്തിട്ട് വേണം സ്കൂളിലേക്ക് പോകാനുള്ളത്. അങ്ങനെ ഇവിടെ വന്ന് ഓൾ ഒന്ന് ഫോൺ കോൾ ചെയ്തു, കാരണം നമ്മൾ പുറത്തെത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓൾ വേഗം വരികയാണ്, കാരണം ഏകദേശം ടൈം ആയിട്ടുണ്ട്, കൃത്യസമയത്ത് തന്നെ സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ വേഗം ഓളെയും പിക്ക് ചെയ്തതിന് ശേഷം തിരിച്ച് നമ്മൾ നേരെ സ്കൂളിലോട്ടേക്ക് പോവുകയാണ്. അങ്ങനെ നമ്മളിപ്പോൾ സ്കൂളിൽ എത്തിയിട്ടാണ് ഉള്ളത്. ഇനി നമുക്ക് നേരെ ഓഡിറ്റോറിയത്തിലേക്കാണ് പോകാനുള്ളത്. അപ്പോൾ ഓഡിറ്റോറിയം മുകളിലാണ് ഉള്ളത്. അപ്പം അങ്ങനെ നേരെ അങ്ങോട്ടേക്കാണ് പോകുന്നത്. അവിടുന്ന് ഇപ്പോൾ താഴ്ന്ന പ്രിൻസിപ്പൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അധികം ആളെത്തിയിട്ടില്ല, പാരൻസ് എത്തണ ഇത്ര കുറച്ച് പേരെ എത്തിയിട്ടുള്ളൂ. അങ്ങനെ പിന്നെ എല്ലാവരും വെയിറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്ക് തന്നെ കുറച്ചും കൂടി ലൈറ്റ് ആയിട്ടുണ്ടായിരുന്നു സമയം. പിന്നെ നമുക്ക് ഫാത്തിയൊക്കെ ഓതിയിട്ടാണ് സ്റ്റാർട്ടായത്. പിന്നെ ഇനോഗ്രേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇനോഗ്രേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കോൺവെക്കേഷൻ സെറമണി സ്റ്റാർട്ട് ആയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ മുമ്പിലുണ്ടായിരുന്ന മൈക്കും കാര്യങ്ങളൊക്കെ എടുത്ത് മാറ്റിയാണ് അങ്ങനെ ഇതാ ഫസ്റ്റ് ഡിവിഷന്, അതായത് ഫ്ലൈറ്റ് 3ന്റെ ഫസ്റ്റ് എ ഡിവിഷന് കുട്ടികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. കാണുമ്പോൾ തന്നെ എല്ലാവർക്കും ഭയങ്കര സന്തോഷാട്ടോ. ഓൾറെഡി പറഞ്ഞതാണ്, ഭയങ്കര ഒരു വല്ലാത്തൊരു ഫീലിംഗ് ഉള്ള ഒരു മൊമെന്റ് ആണ് കുട്ടികൾക്ക് ഇങ്ങനെ കിട്ടുന്നതും. അവർക്ക് ഒരു ചെറിയ ഗിഫ്റ്റ് കിട്ടുന്നത് പോലും, ഒരു സമ്മാനം കിട്ടുന്നത് പോലും അവർക്ക് അത്രയും എന്താ പറയാ സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. അങ്ങനെ എല്ലാ കുട്ടികളും സ്റ്റേജിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. കയറി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഓരോ ആളെ പേരൊക്കെ വിളിച്ചിട്ട് എന്താ പറയാ ഒരു മൊമെന്റ് കൊടുക്കുക ചെയ്യുന്നത്. പിന്നെ ആ ചില കുട്ടികളെ അതിൽ സെലക്ട് ചെയ്ത് ഒരു കുട്ടി എന്ത് ചെയ്തു, ഈ സ്കൂളിലെ കാലഘട്ടത്തെ കുറിച്ചിട്ട് ഇങ്ങനെ കുറച്ച് അവരെ മിസ് ചെയ്യുന്നതും അവിടുത്തെ ടീച്ചേഴ്സിന്റെ കുറിച്ചിട്ട് അങ്ങനെ 2-3 കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. ഈ കുഞ്ഞ് കരയുന്നുണ്ടായിരുന്നു. എന്താ അർത്ഥം പറഞ്ഞിട്ടാണോ അല്ല പേടിച്ചിട്ടാണോ എന്താണെന്നറിയില്ല. അത് കേട്ടിരിക്കുമ്പോൾ തന്നെ ഒരു വല്ലാത്തൊരു ഫീലായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ മക്കൾക്ക് എന്താ ചെയ്യുക, മൊമെന്റും അതുപോലത്തെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ തന്നെ പാരൻസ് മുമ്പിൽ വന്നിട്ട് അവരുടെ ക്ലാസ്സിനെ കുറിച്ചും അവർ പഠിപ്പിച്ച ടീച്ചേഴ്സിനെയും അവരെ കുറിച്ചും ഒക്കെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ കുഞ്ഞുമക്കളെ പരിപാടിയും അതുപോലെ തന്നെ പാരൻസിന്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ അതിന്റെ കൂടെ തന്നെ നടക്കുന്നുണ്ട്. പിന്നെ റമദാൻ അല്ല, അപ്പൊ റമദാനെ സംബന്ധിച്ചിട്ടുള്ള ക്വിസും അതും നടക്കുന്നുണ്ടായിരുന്നു. ബോറടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു, കാരണം കോൺവെക്കേഷൻ മാത്രമാകുമ്പോൾ എന്തായാലും എല്ലാവർക്കും ബോറടിക്കും. അത് മാത്രം കണ്ടിരിക്കുമ്പോൾ വേഗം പരിപാടി കഴിഞ്ഞിട്ട് പോകും. ഇത് അതൊന്നല്ല, അതിന്റെ ഇടയിൽ റമദാന്റെ ക്വിസും അതിന്റെ എന്താ പറയാ പ്രൈസ് കിട്ടിയവർക്ക് അത് അപ്പോഴേ തന്നെ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അടുത്ത ഡിവിഷനാണ് വരുന്നത്. അങ്ങനെ ഓരോ ഡിവിഷനായിട്ട് വരാൻ തുടങ്ങി. അതിൻ്റെ ഇടയിലൊക്കെ ക്വിസ് കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ പാരൻസിന്റെ പ്രോഗ്രാമും അതുപോലെ തന്നെ കുട്ടികളുടെ പ്രോഗ്രാമും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിന്റെ ഇടയിലൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. നമ്മൾ പുണ്യ റമദാനിലൂടെയാണ് കടന്നു പോകുന്നത്. റമദാൻ എന്ന പദത്തിന്റെ അർത്ഥം എന്ത്? കരിച്ചു കളയുക. She is the parent of, she is Adil of flight 3A. അങ്ങനെ ജസുവിന്റെ ക്ലാസ് ആണ് അടുത്തത് വരുന്നത്. അങ്ങനെ ഇതാ ആ കുട്ടികളെ അങ്ങനെ നടന്നു വരുന്നുണ്ട്. അപ്പൊ എല്ലാവരും അവരെ കുട്ടികൾ വരുന്ന സമയത്ത് എല്ലാവരും ക്യാമറ പിടിച്ചോണ്ട് മുമ്പിൽ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ക്യാമറക്കാരൻ ഫുൾ കംപ്ലൈന്റ് ആണ്, കാരണം വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല, കറക്റ്റ് എടുക്കാൻ പറ്റുന്നില്ല എന്നുള്ള കംപ്ലൈന്റ് ഉണ്ടായിരുന്നു.
ജഡ്ജ് സമ്മാനമൊക്കെ വാങ്ങിക്കാൻ വേണ്ടിട്ട് നിൽക്കുന്ന സമയത്ത് ഒരു സന്തോഷം ഉണ്ടായിരുന്നില്ല. കാരണം കുറച്ച് ദിവസമായിട്ട് ഭയങ്കര ഹാപ്പി ആയിരുന്നു. എനിക്ക് എൻ്റെ ഗ്രാജുവേഷൻ ആണ്, എൻ്റെ ഈ പരിപാടിയാണ് വരുന്നത്, എനിക്ക് ഗിഫ്റ്റ് കിട്ടും, എനിക്ക് സമ്മാനം കിട്ടും എന്ന് പറഞ്ഞിട്ട് ഉറക്ക് വരെ ഉണ്ടായിരുന്നില്ല മൂപ്പർക്ക്. അങ്ങനെയുള്ള കുഞ്ഞി പെട്ടെന്നുണ്ട് മറ്റേ സമ്മാനം വാങ്ങിക്കാൻ വേണ്ടി സമയത്ത് ഒരു മുഖത്തൊക്കെ ഒരു സന്തോഷമില്ല. ആകെ ഒരു ക്ഷീണം പിടിച്ചതുപോലെയൊക്കെ കാണുന്നുണ്ടായിരുന്നു. പിന്നെ ഇവൻ അവിടെ നിർത്തിയ സമയത്ത് ഞാൻ ചോദിക്കുന്നുണ്ട്, ചിരിക്കും മോനെ എന്താ പറ്റിയത്, കഴിഞ്ഞില്ലേ എന്നുള്ള ആക്ഷൻ കാണിച്ചിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു. ഞാന് വീഡിയോ എടുക്കുന്ന സമയത്ത് ഞാൻ ചോദിക്കുന്നുണ്ട്, കഴിഞ്ഞില്ലേ എന്താ പറ്റിയത് എന്നൊക്കെ ഞാൻ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഓന് ഒന്നുമില്ല എന്ന് പറയുന്നല്ലാണ്ട് ഒരു കാര്യങ്ങളൊന്നും പറയുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇവരെ നേരെ ഡ്രസ്സൊക്കെ മാറ്റാൻ വേണ്ടിക്ക് പോകുന്നുണ്ടായിരുന്നു. അന്നേരം ഞാൻ വേഗത്തിൽ പോയിട്ട് എന്താ പറ്റി, എന്താ ചിരിക്കാത്തെ, എന്താന്ന് കഴിഞ്ഞില്ലേന്ന് ഒന്നുകൂടെ ഞാൻ പോയി ചോദിച്ചപ്പോഴാ പറഞ്ഞത്, എനിക്ക് വയറുവേദന എടുക്കുന്നു, എനിക്ക് തലവേദന എടുക്കുന്നുണ്ട്, എനിക്ക് കഴിയുന്നില്ല എന്നുള്ളത് അന്നേരമാണ് അവൻ പറയുന്നുണ്ടായിരുന്നത്. ഇങ്ങോട്ട് കാണിച്ച് ഒരു ഫോട്ടോ എടുക്കാനാ ഒരു ഫോട്ടോ എടുക്കാം. പിന്നീട് താഴെ വന്നപ്പോ ചോദിച്ചവൻ പറഞ്ഞു അവന്റെ വയറുവേദനയൊക്കെ പോയി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു, കാരണം ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല, ഉറക്കത്തൊക്കെ എണീച്ചിട്ട് ചോദിക്കുകയാണ് എന്താകുമ്പോ നേരം വെളുക്കാത്ത എന്താന്ന്. ഈ ഒരു മൊമെന്റ് വിചാരിച്ചിട്ട് ആൾക്ക് ഉറക്കുണ്ടായിരുന്നില്ല, ഈ ഒരു പരിപാടി വിചാരിച്ചിട്ട്. പിന്നെ വയറുവേദനയൊക്കെ പോയതിനു ശേഷം പിന്നെ ആള് ഓക്കെ ആയി, ഒരു പ്രശ്നമൊന്നുമില്ല. ആ ഒരു മൊമെന്റിൽ മാത്രം എനിക്ക് വയറുവേദന വന്നപ്പോ ഒക്കെ ഭയങ്കര സങ്കടം തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം അത്രയും ആശിച്ചിട്ടുണ്ടായിരുന്ന ദിവസം പെട്ടെന്ന് ഇങ്ങനെ ആ വയറുവേദനയൊക്കെ ആയിട്ട് പോയപ്പോ ഭയങ്കര സങ്കടം തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ കുഴപ്പമില്ല, ഇപ്പൊ ആള് ഓക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് സമയം അവിടുന്ന് പ്ലേ ഏരിയയിൽ നിന്ന് കുറച്ച് സമയം കളിച്ചതിന് ശേഷം പിന്നെ നേരെ ക്ലാസ്സിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അവിടെ ടീച്ചറോട് യാത്രയൊക്കെ പറഞ്ഞു. നമ്മള് എന്ത് ചെയ്തു, കുറച്ച് 2 ഫോട്ടോസൊക്കെ എടുത്തു ടീച്ചറിന്റെ കൂടെയുള്ളത്. അങ്ങനെ ക്ലാസ്സിൽ ഇരിക്കുകയാണ് ടീച്ചറെ കൂടെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞതിന് ശേഷം തിരിച്ച് നമ്മൾ നേരെ വീട്ടിലോട്ടേക്ക് തന്നെ പോയി. അങ്ങനെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അങ്ങനെ സ്കൂളൊക്കെ പൂട്ടിക്കിട്ടാനുള്ളത്. അങ്ങനെ നേരെ ഇവളെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് പള്ളിക്കലിലേക്കാണ് വന്നിട്ടുള്ളത്. പള്ളിക്കലിലേക്ക് വരുന്ന സമയത്ത് ഇവനും അവിടെ കീണിട്ടുണ്ടായിരുന്നു. സ്കൂളൊക്കെ പൂട്ടിയില്ലാകുമ്പോ ഞാൻ ഇന്നൊരു ദിവസം ഇവിടെ നിൽക്കട്ടെ എന്നെല്ലാം പറഞ്ഞിട്ട് ഇവൻ അടക്കിയിട്ടുണ്ടായിരുന്നു. ഡ്രസ്സ് വരെ എടുത്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അടക്കം ഉറപ്പായിരുന്നു മിക്കവാറും ഇവന് അങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാല് ഓൻ അവിടെ കീയും. അതാണ് കറുത്തായിരുന്നു. പക്ഷെങ്കിൽ എങ്ങനെയെങ്കിലും പിടിച്ചെടുത്താൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ പറ്റിയില്ല. ഓനവിടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നേരെ ഓനവിടെ ഇറക്കി. പിന്നെ തിരിച്ച് നമ്മൾ നേരെ ഞാൻ വീട്ടിലേക്കിട്ടേക്ക് പോയാണ്. അതിന്റെ ഇടയിൽ ഓട്ടോ വളയുന്ന സമയത്ത് ഞാൻ പുറത്ത് കീയിട്ടുണ്ടായിരുന്നില്ല. ആ കീണ സമയത്ത് എന്റെ ഷാൾ ഓട്ടോന്റെ ടയറിന് കുടുങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെങ്കില് അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. വലിയ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. വേഗം വലിച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ.